എൻ്റെ പേര് ജാനകി പവിത്ര. ഞാൻ കോഴിക്കോട് കോട്ടൂളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം പഞ്ചപിടി പായസമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നവരയരി പൊടിച്ചത്, ഉലുവ അരച്ചത്, ഇളനീര് ശംഖുപുഷ്പം അരച്ചത്, നെയ്യ്, കറിവേപ്പില അരച്ച് പിഴിഞ്ഞത്, ജീരകം പൊടി, ഉലുവപ്പൊടി, ഏലക്കാപ്പൊടി, ശർക്കര, തേങ്ങാപ്പാൽ ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ കോഴിക്കോട് നിന്നുള്ള മത്സരാർത്ഥി ജാനകി പവിത്ര. കോട്ടോളിയിൽ നിന്നാണ് വരുന്നത്. കൃത്യമായി പറയാണ് ഏതാ സ്ഥലം? കോട്ടോളി. കോട്ടോളി. സാധാരണയായിട്ട് പാചക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? പങ്കെടുക്കാറുണ്ട്. ഉണ്ട്, ധാരാളമായിട്ട്. മത്സരങ്ങളിൽ കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത നവംബറിൽ ഒരു ദം ബിരിയാണിയിൽ ഫൈനൽ വരെ എത്തിയ ആളാണ്. വെരി ഗുഡ്. അതെവിടെ വെച്ചായിരുന്നു? ബീച്ചിൽ, കോഴിക്കോട്. ഓക്കെ, വെറ്ററൻ ആണ്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആള്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്നൊരു പഞ്ചപിടി പായസം. പഞ്ചവടി പാലം, അത് സിനിമയുടെ പഞ്ചവടി, അതിൽ നിന്നും എന്താണ് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളത്? പഞ്ചപിടി അത് നവരരി പിന്നെ പൊടിച്ച് അമ്മിയിലിട്ട് 4 മണിക്കൂർ കുതിർത്തി അമ്മിയിലിട്ട് പൊടിച്ചെടുത്ത് വറുത്ത്, എന്നിട്ട് ഇവിടെ കൊടുന്ന് പിടി ഉണ്ടാക്കി വേവിച്ച്, എന്നിട്ട് ഇളനീരും വെള്ള ശംഖുപുഷ്പം കൂടി അരച്ച് നെയ്യിൽ വഴറ്റി, പിന്നെ വീട്ടിലുള്ള കറിവേപ്പില അരച്ച് അതിൻ്റെ ചാറെടുത്തു, അതും നന്നായി നെയ്യിൽ വഴറ്റിയിട്ട്, പിന്നെ ഉലുവ അരച്ചതും നെയ്യിൽ വഴറ്റി, പിന്നെ 2 പാൽ ഒഴിച്ച്. ഇതിൽ 2 കാര്യങ്ങൾ, അതായത് ഉലുവയ്ക്ക് ഒരു ചെറിയ കശർപ്പുണ്ടാകും, കറിവേപ്പിലേക്ക് ഉണ്ടാകും. അതിന് നമ്മൾ നെയ്യിൽ നന്നായി വഴറ്റിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി കുറുക്കി, എന്നിട്ട് പിന്നെ 2 പാൽ ഒഴിച്ച് നന്നായി കുറുക്കിയതിന് ശേഷം ആദ്യത്തെ പാലൊഴിച്ച്, പിന്നെ ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, കംപ്ലീറ്റ് റെസിപ്പി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എത്ര കാണാ പാടമാണെന്ന് അർത്ഥം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഓ, വെരി ഗുഡ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ്, പക്ഷെ വളരെ തലേ ദിവസം രാത്രിയാണ് ഞാനിത് പെട്ടെന്നൊന്ന് മനസ്സിൽ കണ്ടത്. സമയം ഇവിടെ തീരാറായില്ല, അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. എല്ലാം പട്ടേന്നാണ് കാര്യങ്ങൾ. അപ്പോൾ പാചകം അതേപോലെ സ്പീഡിൽ നടക്കട്ടെ. ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഞാൻ പിടി ഉണ്ടാക്കാനുള്ള ഇത് വയ്ക്കാൻ പോവുക. പിടി ഉണ്ടാക്കാനുള്ള വെള്ളത്തിൽ ഒരു പിഞ്ച് ഉപ്പിടുന്നു, നവരേരീൻ്റെ പൊടി, പിടി ഉണ്ടാക്കാനുള്ള പൊടി, പിടിക്കുള്ള മാവ് തയ്യാറായി. ഞാൻ അരിമാവ് കൊണ്ട് പിടി ഉണ്ടാക്കി. അടുത്ത് ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഈ പിടി ഉണ്ടാക്കിയതൊന്ന് വേവിക്കാൻ പോവുക. ഇത് ഉണ്ടാക്കി വെച്ച പിടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് പായസത്തിനുള്ള പാനടുപ്പിൽ വയ്ക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ, ഇളനീരരച്ചത്, ഇതിനകത്ത് കിടക്കുന്നത് ഇളനീരും വെള്ള ശംഖുപുഷ്പം കൂടി അരച്ചിട്ട് നെയ്യിൽ വഴറ്റുക. 2 പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില അരച്ച് പിഴിഞ്ഞതാണ് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ പിടിയാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് കുറുകിയതിന് ശേഷം 1 പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണം. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഇട്ട് നന്നായി ഇളക്കി. തയ്യാറായി കഴിഞ്ഞു. അയ്യോ, ഫാസ്റ്റ്, സോ ഫാസ്റ്റ്. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അത് തേങ്ങാപ്പാൽ, പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, അതൊക്കെ നെയ്യിൽ വഴറ്റിയതാ. അതന്നെ, അതൊക്കെ ഇതിലേക്ക് വരാനുള്ളതാണ്. അല്ല അത് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ മാത്രമേ വരാൻ. ഇത് അതിൽ നിന്ന് കുറച്ച് എടുത്തതാണോ? അതിന്റെ ബാക്കി. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഇട്ട് അത് പൊടിയിട്ട്, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തിട്ട് നെയ്യിൽ കുറച്ച് ബാക്കിയുണ്ട്. എന്തായാലും നല്ല മണം വരുന്നുണ്ടല്ലേ നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ ബാക്കിയും കൂടി നടക്കട്ടെ, നമുക്കിനി ടേസ്റ്റിംഗ് സമയത്ത് കാണാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ട് വറവ് ചെയ്ത് പായസത്തിലേക്ക് ഒഴിക്കാം. പായസം തയ്യാറായിട്ടുണ്ട്.
പായസം തയ്യാറായി, എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.